ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അത് പുറത്ത് താമസിക്കുന്ന നമ്മുടെ മക്കൾക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 600 ഗ്രാം ഇറച്ചിയാണ്. 1 കിലോ കോഴി വാങ്ങിയ 600 ഗ്രാം ഇറച്ചി ഉണ്ടാവും. അതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഗരം മസാല നമ്മുടെ വീട്ടിലില്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇടുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ തൈരില്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതിയാവും. നമുക്കിത് മിക്സാക്കി കൊടുക്കാം. നല്ല എല്ലായിടത്തും പടണ്ട രീതിയിൽ നല്ലപോലെ മിക്സാവട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, സാധാ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബസ്മതി അരിയാണ്. 400 ഗ്രാം ഉണ്ടാവും. ഏത് ബിരിയാണി അരിയിലും ഇങ്ങനെ ഉണ്ടാക്കാം. ഞാനതിനിവിടെ എടുത്തിട്ടുള്ളത് 1 ഇഞ്ച് നീളത്തിൽ 2 കഷ്ണം ഇഞ്ചി, 1 ചെറിയ കുടം വെളുത്തുള്ളി, 4 പച്ചമുളക്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതേപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. 2 മീഡിയം സൈസിലെ ഉള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 വലിയ തക്കാളി കുനുകുന അരിഞ്ഞത്, 1/2 കപ്പ് മല്ലിയില എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പുതിനയുടെ ഇലയും എടുത്തിട്ടുണ്ട്. ഇറച്ചി മസാല കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഈ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മുടെ കുക്കർ ഇപ്പോൾ കത്തിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നെയ്യും നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇതിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതായി മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിയൊക്കെ ബലൂണ് പോലെ വീർത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, മുന്തിരിയൊക്കെ ബലൂൺ പോലെ വീർത്തുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഈ എണ്ണയിൽ തന്നെ 1 കഷ്ണം പട്ട പൊടിച്ചതാണ്, 7 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുകയാണ്. 5 ഏലക്ക ഇട്ട് കൊടുക്കുക. അതിന് ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് വേഗട്ട്. ഇത് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ ഈ അരിഞ്ഞു വെച്ച ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി ഉള്ളി ഒരു ബ്രൗൺ കളറായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ പോട്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മൾ 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണവും മാറി തക്കാളി വേഗവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ഇറച്ചി ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം.
നമുക്ക് ഈ പാത്രത്തിലുള്ള മസാലയൊക്കെ വടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നല്ല തീ വേണം കേട്ടോ. ചിക്കൻ ഇട്ട് ഇളക്കുമ്പോൾ സ്റ്റൗവിലാണ് വെക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് വെക്കാൻ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് മല്ലിച്ചപ്പും അര കപ്പ് മല്ലിച്ചപ്പ്, അര കപ്പ് പുതിന ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം മല്ലിച്ചപ്പിൻ്റെ പുതിനയുടെ നല്ല വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് വെള്ളം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി അരിയുടെ മേലെ വെള്ളം വരുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു വിസിൽ വരട്ടെ. അതുവരെ നമുക്ക് നല്ല കത്തിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഇറക്കി വെക്കാം. മക്കളെ, നമ്മൾ ബിരിയാണി ഇറക്കി വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നമ്മളെ ബിരിയാണിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ഇളക്കണ്ടില്ലേ. അടിയിൽ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. അഥവാ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ചോറിന് വേവ് കുറവുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും 20 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ ആ ചോറിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള വേവ് ഉണ്ടാവും. നമുക്കിനി ഇതിൽ കൊട്ടി കൊടുക്കാം. നമുക്ക് ചോറ് എൻ്റെ മക്കളെ കണ്ടില്ലേ, ഇറച്ചൊക്കെ വെന്ത് പഞ്ഞി പോലെ അയക്കണ്. കണ്ടില്ലേ, എതളായിട്ടാണ് വരുന്നത് ഈ ഇറച്ചി. കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ഇറച്ചൊക്കെ വെന്തിട്ടുണ്ട്. കണ്ടില്ലേ. നമുക്കിനി ഇതിൻ്റെ മേലെ വെച്ച് 2 പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. മക്കളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതാണ് മക്കളെ ഹോസ്റ്റലിലത്തെ മക്കൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റണ ബിരിയാണി. ഇത് ഇറച്ചി മസാല പുരട്ടി അരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഇറക്കി വെച്ച് 20 മിനിറ്റ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ കുളിമുറിയിൽ കുളിക്കാൻ പോകുമ്പോൾ കുളിച്ച് കയറി വരുമ്പോൾ ചോറ് നല്ല റെഡി ആയിരിക്കും. വേഗം പാത്രത്തിലേക്ക് വിളമ്പി കഴിക്കാൻ പറ്റണ രീതിയിലിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യും കൂടി ചെയ്യണം കേട്ടോ.